ഏവർക്കും സ്വാഗതം. പറക്കുന്നതിനിടെ റഡാറിൽ നിന്നും 50 മിനിറ്റോളം അപ്രത്യക്ഷമായ ഒരു വിമാനം ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. ഫെബ്രുവരി 27 വ്യാഴാഴ്ച പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസായ ഫ്ലൈറ്റ് PK786 എയർ അഥവാ ട്രാഫിക് കൺട്രോളുമായി റേഡിയോ സമ്പർക്കം നഷ്ടപ്പെട്ട് പറന്നത് 50 മിനിറ്റാണ്. യൂറോപ്പിന് മുകളിൽ വെച്ച് അപ്രത്യക്ഷമായ വിമാനം നിരവധി രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പറന്നുയർന്നത്. എന്നാൽ 50 മിനിറ്റോളം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ വിമാനം കൃത്യസമയത്തും ഇസ്ലാമാബാദിലെത്തിയതും ഏവരെയും അമ്പരപ്പിക്കുകയുണ്ടായി. ലണ്ടൻ ഹീത്രോയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള വിമാനത്തിന്റെ റേഡിയോ സിഗ്നൽ ബന്ധമാണ് 50 മിനിറ്റ് നഷ്ടപ്പെട്ടത്. ഇതിനിടെ സിഗ്നൽ നഷ്ടപ്പെട്ട വിമാനത്തിന് അകമ്പടിയായി യുദ്ധവിമാനങ്ങൾ വരെ പറക്കേണ്ടി വന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏവിയേഷൻ ഹെറാൾഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ജർമ്മൻ വ്യോമാതിർത്തിയിൽ വെച്ചാണ് ATCക്ക് ആദ്യം ഫ്ലൈറ്റ് PK786 ബന്ധം നഷ്ടപ്പെട്ടത് തന്നെ. ഒപ്പം ചെക്ക് വ്യോമാതിർത്തിയിലേക്ക് കടന്നതിന് ശേഷം റേഡിയോ കോണ്ടാക്ട് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒന്നിലധികം ശ്രമങ്ങൾ നടന്നു വരികയുണ്ടായി. ഇതിനുശേഷം ചെക്ക് ATCക്ക് പാക് വിമാനത്തിന്റെ ക്രൂവിൽ നിന്ന് പ്രതികരണമൊന്നും ലഭിച്ചില്ല താനും. സിഗ്നൽ നഷ്ടപ്പെട്ട പാക് വിമാനം അതിർത്തിയിലേക്ക് പ്രവേശിച്ചതോടെ ചെക്ക് യുദ്ധവിമാനങ്ങൾ കൂടെ പറന്നു. വഴി കാണിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യുദ്ധവിമാനങ്ങൾ പറന്നത്. സിഗ്നൽ ബന്ധം നഷ്ടപ്പെട്ടെങ്കിലും വിമാനം അതിന്റെ ഷെഡ്യൂൾ ചെയ്ത ഗതിയിൽ FL-370 തുടർന്ന് ഹംഗേറിയൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നു. ചെക്ക് വ്യോമസേന നേരത്തെ തന്നെ ഹംഗേറിയൻ സേനയെയും ATCയെയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനാൽ ഹംഗേറിയൻ വ്യോമസേന ഇതിനകം തന്നെ ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തിരുന്നു. പാക് വിമാനം ഹംഗറിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോഴും റേഡിയോ സിഗ്നൽ ലഭിച്ചിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ റൊമാനിയയിലേക്ക് കടക്കുമ്പോഴാണ് ആശയവിനിമയം പുനഃസ്ഥാപിച്ചത്. ബുച്ചാറസ്റ്റ് ഏരിയ കൺട്രോൾ റൂമിൽ നിന്നാണ് പാക് വിമാനവുമായി ആശയവിനിമയം നടത്തിയത്. ചെക്കോസ്ലോവാക്യ, ഹംഗറി എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിമാനം 50 മിനിറ്റോളം ATCയുമായി ആശയവിനിമയം നടത്തിയിരുന്നില്ല താനും. സംഭവ സമയത്ത് ATCകളുടെ ട്രബിൾ ഷൂട്ടിംഗ് ഇങ്ങനെയാണ്. ഏവിയേഷൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തതുപോലെ റേഡിയോ ആശയവിനിമയം പുനഃസ്ഥാപിക്കാനുള്ള ഒന്നിലധികം ATC ശ്രമങ്ങളോട് ഫ്ലൈറ്റ് PK786 ക്രൂ പ്രതികരിച്ചില്ല. ട്രാൻസ്പോണ്ടറിൽ ഐഡൻസി അമർത്താൻ ചെക്ക് ATC ക്രൂവിന് നിർദ്ദേശവും നൽകി. ഒരുപക്ഷെ ഫ്ലൈറ്റിന് 1-2 റേഡിയോ സിഗ്നൽ തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്നു ഇതെന്നാണ് അവർ പറയുന്നത്. ഗാർഡ് ഫ്രീക്വൻസിയിൽ ചെക്ക് ATCയും ഫ്ലൈറ്റ് PK786 എത്താൻ ശ്രമിച്ചുവെങ്കിലും 2 ശ്രമങ്ങളും വിമാനം സ്ലോവാക്യയിലേക്ക് പറക്കുകയും ചെയ്തു. ഫ്ലൈറ്റ് ചെക്ക് ATC സോണിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അടുത്ത ആവൃത്തികളെ കുറിച്ച് ATC ക്രൂവിനെ അറിയിച്ചു. ഈ വിവരവും ലഭിച്ചില്ലെന്ന് തോന്നുന്നു. വിമാനം റൊമാനിയൻ ഏരിയ കൺട്രോളിലേക്ക് കടന്നതോടെ മാത്രമേ റേഡിയോ ആശയവിനിമയം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ റേഡിയോ കോണ്ടാക്ട് സ്ഥാപിക്കുന്നതിനുള്ള ഒന്നിലധികം ശ്രമങ്ങളെ കുറിച്ച് ഫ്ലൈറ്റ് PK786 ക്രൂവിന് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപര്യാപ്തമായ ആശയവിനിമയ വൈദഗ്ധ്യവും പരിശീലനവും ചേർന്നതാണ് ഇതിന് കാരണം. റേഡിയോ കമാൻഡുകൾ മനസ്സിലാക്കുന്നില്ലെന്നും കൂടാതെ ചെക്ക്, സ്ലോവാക്യ, ഹംഗറി എന്നിവിടങ്ങളിൽ ATC കണ്ടെത്താൻ തെറ്റായ റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുമെന്നും ഇതിനർത്ഥം. ഫ്ലൈറ്റ് PK786 റേഡിയോ നിശബ്ദമാക്കിയത് എന്തുകൊണ്ടെന്നാണ് അടുത്ത സംശയം. ഒരു വലിയ വാണിജ്യ വിമാനത്തിലെ ജീവനക്കാർ ATC കോണ്ടാക്റ്റിനായി ഒന്നിലധികം അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കാതിരുന്നത് ക്രൂ പ്രോട്ടോകോൾ ലംഘനമാണ്. വിമാനം ഒന്നിലധികം ATC പ്രദേശങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നുവെന്നും 2 വ്യത്യസ്ത സെറ്റ് യുദ്ധവിമാനങ്ങൾ അകമ്പടി പോകുന്നുവെന്നും കണക്കിലെടുക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. കോക്പിറ്റിൽ എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് പ്രതികരണം ലഭിക്കാത്തതെന്നും ഇപ്പോഴും അറിവായിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.